സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു സംഘമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകർ. നിഖിലേഷ് അവിടെ അറിയപ്പെടുന്ന ഒരു RSS ക്രിമിനലാണ്. അദ്ദേഹത്തിന് CIT-യുമായിട്ട് CPM-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനകത്ത് പ്രതികളായിട്ടുള്ള 2 ചെറുപ്പക്കാർ അവർ നേരത്തെ RSS പ്രവർത്തകരായിരുന്നു. 2022 എന്ന് വെച്ചാൽ 3 വർഷം മുമ്പ് അവർ കുറച്ചു കാലം DYFIയിൽ വന്നു. അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായിട്ടാണ് അവരെ 2 പേരെയും അന്ന് വെച്ചത്. അവർ വന്ന് കഷ്ടിച്ച് 2-3 മാസം DYFIയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൈവിടാൻ അവർ തയ്യാറായില്ല. ഞങ്ങൾ അന്ന് തന്നെ പിന്നീട് അവരെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. അവർ വീണ്ടും RSSലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് അവർ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഈ വിഷ്ണുവും അവരെല്ലാം ചേർന്ന് നടത്തുകയാണ് ഉണ്ടായത്. അതല്ലാതെ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്രിമിനൽ സംഘം കുറേ നാളുകളായി പ്രവർത്തിക്കുകയാണ്. ആ സംഘത്തിനൊപ്പമാണ് ഈ 2 ചെറുപ്പക്കാരും ഉണ്ടായിരുന്നത്. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അക്കാര്യത്തിലില്ല. ഇതിപ്പോൾ പഴയ 2-3 മാസക്കാലം പ്രവർത്തിച്ച ഒരു പടം എടുത്തു വെച്ചിട്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇക്കാര്യത്തിൽ കൈകഴുകാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ പെരുന്നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇവരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അറിയാം. കൊടും കുറ്റമാണ് സത്യത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. അവരെല്ലാം അവിടുത്തെ കടുത്ത സാമൂഹ്യ വിരുദ്ധന്മാരാണ്. അമ്മ അങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകർ. അവർ തന്നെ അവിടെ പണി സൈറ്റുകളിൽ ഇടപെടുന്നുണ്ട്. അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. 2-3 വർഷക്കാലമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വലിയ കൊലവിളി ബഹളമായിരുന്നു കുറേ കാലം. അതുപോലെ പണി സൈറ്റുകളിൽ അവർ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ DYFIയുമായിട്ട് നിരന്തരമായ വെല്ലുവിളികൾ, പ്രകടനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, യോഗങ്ങൾ. ഇപ്പോൾ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി തന്നെ ഇവർക്കെതിരെ അവിടെ പരസ്യമായിട്ട് പ്രതിഷേധ യോഗം നടത്തേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അവർക്ക് RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാവത്തില്ല. കൈ കഴുകി രക്ഷപ്പെടാൻ എന്ന് ഒരു കാരണവശാലും കഴിയില്ല. ജനങ്ങൾ എല്ലാം അവിടുത്തെ പെരുന്നാട്ടിലെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിഖിലേഷ് അവിടെ അറിയപ്പെടുന്ന ഒരു RSS ക്രിമിനലാണ്. അദ്ദേഹത്തിന് CIT-യുമായിട്ട് CPM-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആദ്യം 2 ചെറുപ്പക്കാർ DYFI ആണെന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു പ്രചരണം മാത്രമാണ് നിഖിലേഷിൻ്റെ കാര്യത്തിലും ഉള്ളത്. കാരണം അവർ സംഘർഷത്തിൽ ഏർപ്പെട്ടത് അവിടുത്തെ DYFIക്കാരുമായിട്ടാണ്. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി, DYFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, അവരുമായിട്ടാണ് സംഘർഷത്തിൽ ഏർപ്പെട്ടത്. DYFIക്കാരുമായിട്ട് എങ്ങനെ DYFIയുടെ അല്ലെങ്കിൽ CPM-ൻ്റെ ആളുകൾ സംഘർഷത്തിൽ ഏർപ്പെടും? അപ്പോൾ അതിനകത്ത് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇതിനകത്ത് ഇപ്പം തന്നെ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. കൂടുതൽ അവർ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സുഖം. മൃഗീയമായ കൊലപാതകമാണ് നടത്തിയത്. ഞാൻ ആശുപത്രിയിലെത്തിയിരുന്നു. ആശുപത്രിയിലെത്തി മുറിവ് കണ്ട് സത്യത്തിൽ സ്തംഭിച്ചു പോയി. അത്ര മാരകമായ രൂപത്തിലാണ് വടിവാളിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് മധ്യസ്ഥ പറയാൻ പോയ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ദാരുണമായ അനുഭവമാണ്. ഇവർക്കല്ലാതെ ഇങ്ങനെ ഒരു ഗുണ്ടാ സംഘത്തിനല്ലാതെ ആർക്കത് ചെയ്യാൻ കഴിയും?